ഇവിടെ വോട്ട് ചെയ്യാനെത്തിയവർ കൂടുതലും പറയുന്നത് ഇവിടെ ബിറോസ്ഗാരി, അതായത് തൊഴിലില്ലായ്മ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിഫലിക്കുന്നത്. കാരണം ഇവിടെ ശ്രമം എന്ന് പറയുന്ന ഈ ഒരു വോട്ട് ഇതിൻ്റെ വോട്ടിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരൊരു വെബ്സൈറ്റ് രൂപീകരിച്ചിരുന്നു. പുറത്തു പോയി ജോലി ചെയ്യുന്നവർ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോഴാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു തെളിവ്, സംസാരിക്കുന്ന തെളിവ് തന്നെ ബീഹാർ സർക്കാരിന് ലഭിച്ചത്. 3,31,00,000 പേരാണ് ഔദ്യോഗികമായി പുറത്തുപോയി ജോലിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവരിൽ പലരും ഇവിടെ ബഗദ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല സർവകലാശാലകളിലും ബിരുദം നേടിയവരാണ്. ഈ ബിരുദം നേടിയവരാണ് ഈ കേരളത്തിലേക്കും മുംബൈയിലേക്കുമൊക്കെ സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവസായശാലകളിൽ അപ്രൻറ്റീസായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂലിപ്പണിക്കാരായിട്ട് തന്നെ. കാര്യം ബീഹാറിൽ തൊഴിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രിക്കാരും PGക്കാരും ഉൾപ്പെടെയുള്ളവരാണ് ഈ ചെറിയ തൊഴിൽ ചെയ്യാൻ വേണ്ടി തൊഴിലാളികളായി മറ്റു നാടുകളിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ 2 ദിവസവും നമ്മളിവിടെ ബീഹാറിൽ നിന്നുള്ള പുറപ്പെടുന്ന ട്രെയിനുകൾ തെക്കി ഞെരിഞ്ഞു തന്നെയായിരുന്നു പുറപ്പെട്ടിരുന്നത്. നമുക്ക് പലപ്പോഴും ഈ ബീഹാറിലേക്ക് എത്തുന്നതിനും ടിക്കറ്റ് ലഭിച്ചിരുന്നില്ല. കാരണം ഈ നാട്ടിലെ ഒരു പ്രദേശം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 10 വീടുണ്ടെങ്കിൽ അതിൽ ഒരു 4 വീടുകളിലെ ആളുകളും അതിൽ ചെറുപ്പക്കാരും പുറത്തുപോയി ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ കൃത്യമായൊരു ഫാക്ടറികളോ ഇവിടെ പണിയെടുക്കാനുള്ള ഒരു സംവിധാനവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തുപോയി വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പുറത്തുപോയി വോട്ട് ചെയ്യുന്നവരുടെ പോലും ഒരു വോട്ട് റദ്ദാക്കിയിരിക്കുന്ന ഒരു ദുരവസ്ഥ കൂടിയുണ്ട്. സാധാരണ ബീഹാർ എടുത്തു കഴിയുമ്പോൾ ഓരോ ബൂത്തിലും സ്ത്രീകൾ ആണ് ഇപ്പോൾ കൂടുതൽ വോട്ടർമാരുള്ളവർ. അവർ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ പുരുഷന്മാരാണ് പലയിടങ്ങളിൽ കൂടുതലുള്ളവർ. പക്ഷേ എങ്കിലും സ്ത്രീ വോട്ടർമാരാണ് ഇവിടെയുള്ളത്. അവരുടെ വോട്ടാണ് കട്ട് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ പുരുഷന്മാരുടെ പല വോട്ടുകളും കട്ട് ചെയ്തിരിക്കുകയാണ്. അതും ഈ BJPക്ക് അനുകൂലമായി കിട്ടാൻ സാധ്യതയുള്ളവരുടെ അല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു വോട്ടിംഗ് അട്ടിമറി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആണമിട്ട് പറയുന്നത്. ശരി, ധനസുബോധാണ് ബീഹാറിൽ നിന്ന് വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ നൽകിയത്. വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ശതമാനത്തിലേക്ക് ഇത്തവണ കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നാട്ടുവോട്ട്.